കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും നിർണായകമായ തിരഞ്ഞെടുപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മണ്ണാണ് നിലമ്പൂർ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും മുന്നോടിയായുള്ള ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇത്തവണ ഏറെ പ്രാധാന്യം നേടി. 21 ദിവസത്തോളം നീണ്ടുനിന്ന തീവ്ര പ്രചാരണത്തിന് ശേഷം ജനവിധി തേടി സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പോളിംഗ് ബൂത്തുകളിലേക്ക് ഉറ്റുനോക്കുന്ന ആ ദിവസത്തിലേക്ക് കേരളം ഉണരുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിന്റെ വിവിധ മാനങ്ങളെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ അറിയേണ്ടിയിരിക്കുന്നു. ഒരു തിരഞ്ഞെടുപ്പ് എന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ ശക്തി തെളിയിക്കാനുള്ള അവസരമാണ്. നിലമ്പൂരിന്റെ കാര്യത്തിൽ ഇത് കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പിനപ്പുറം വരാനിരിക്കുന്ന വലിയ തിരഞ്ഞെടുപ്പുകളുടെ ഒരു ചൂണ്ട് പലകയായി മാറി. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തങ്ങളുടെ മുതിർന്ന നേതാക്കളെയും പ്രവർത്തകരെയും നിലമ്പൂരിലേക്ക് അയച്ച് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചു. വീടുകൾ തോറും കയറി ഇറങ്ങിയുള്ള വോട്ട് അഭ്യർത്ഥനകൾ, റാലികൾ, പൊതുയോഗങ്ങൾ, കലാപരിപാടികൾ എന്നിവയെല്ലാം പ്രചാരണത്തിന്റെ ഭാഗമായി. സാമൂഹ്യ മാധ്യമങ്ങളും ഡിജിറ്റൽ പ്രചാരണവും ഇത്തവണ നിർണായക പങ്കുവഹിച്ചു.